കഴിഞ്ഞ 2 ദിവസത്തെ കോൺഗ്രസിന്റെ പ്രചാരണം അത് നിലമ്പൂരിനെ മാത്രമല്ല കേരളത്തെ ആകെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. ഇക്കാലത്തിനിടയ്ക്ക് എല്ലാ നേതാക്കളും ഒരേ വേദിയിൽ അണിനിരന്ന് കേരളം കണ്ടിട്ടില്ല. അവിടെയാണ് സകല നേതാക്കളും ഒറ്റക്കെട്ടായ റോഡ് ഷോകൾ വരെ സംഘടിപ്പിച്ചത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പോടെ കോൺഗ്രസിന് കൈകൊടുത്ത് കൂടെ കൂടിയ സന്ദീപ് വാര്യർ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുമ്പോൾ പേരിന് പോയ വഴിക്ക് ഒരുത്തനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയ BJPയെ മണ്ഡലത്തിൽ കാണാനേയില്ല. എന്നാൽ അതേസമയം തന്നെ ഒറ്റക്കൊട്ടിന് പുറത്താക്കിയ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അൻവറിന് ഇത് ശനിദിശയാണ്. പ്രിയങ്ക കൂടി വന്നതോടെ കോൺഗ്രസ് ക്യാമ്പ് 10 മടങ്ങ് ആവേശത്തിലുമായി. മാത്രവുമല്ല, കുടുംബ സംഗമങ്ങൾ നടത്തുന്നതിൽ കോൺഗ്രസ് ഏറെ മുന്നിലെത്തി നിൽക്കുമ്പോൾ ഒറ്റയാനായ അൻവറിന് അത് സാധിച്ചിട്ടില്ല. കാന്തപുരവും സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒപ്പം കൂട്ടിയതിൽ കോൺഗ്രസിനോട് പ്രതിഷേധിക്കുമ്പോൾ ആ വോട്ട് പെട്ടിയിലാക്കാൻ അൻവർ ഓടി കാന്തപുരം ഉസ്താദിന്റെ അന്തഃപുരത്തിൽ പോയി കാണുകയായിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് എല്ലാം തകിടം മറിക്കുമ്പോൾ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് കൊട്ടിക്കലാശം പൊടിപൂരമാക്കാൻ അൻവർ ഇല്ല. പകരം വീടുകൾ കയറി വോട്ട് പിടിക്കട്ടെ എന്നാണ് അവസാന മണിക്കൂറിലും അൻവർ പറയുന്നത്. ഇവിടെ സ്ഥാനാർത്ഥിയായി അൻവർ മാറിയതിൽ പിന്നെ മാധ്യമപ്പടയെ വിളിച്ചു കുത്തിത്തിരിപ്പ് വാദങ്ങൾ അൻവർ കെട്ടഴിച്ചു വിടാറില്ല. അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിലമ്പൂരങ്ങാടിയിൽ TV വെച്ച് ആര്യാടൻ ഷൗക്കത്തിന്റെ തലയിൽ മുണ്ടിട്ടോടലൊന്നും പ്രദർശിപ്പിക്കാത്തത്. എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസം പ്രിയങ്കയെ സാക്ഷി നിർത്തി ആര്യാടൻ അൻവറിന്റെ നെഞ്ചിൽ ചവിട്ടി ഒരു ഉറപ്പ് നൽകി. പാതി വഴിയിൽ നിലമ്പൂരുകാരെ വിട്ട് ഞാൻ എങ്ങും പോകില്ല എന്നതായിരുന്നു ആ ഉറപ്പ്. ആര്യാടൻ നൽകിയ ആ ഉറപ്പ് നിലമ്പൂരുകാർക്ക് വിശ്വാസമാണ്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴും മുനിസിപ്പൽ ചെയർമാനായപ്പോഴും ഏറ്റവും മികച്ച പ്രസിഡന്റും ചെയർമാനുമാവാൻ ഷൗക്കത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് രാഷ്ട്രീയത്തിൽ കയറിപ്പറ്റിയവനല്ല. പകരം സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പോലെ താഴെ തട്ടിൽ നിന്നും പണിയെടുത്താണ് ഷൗക്കത്ത് ഇന്ന് MLA പട്ടത്തിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത്. അവിടെയൊന്നും അൻവറിന് ഒരു റോളുമില്ല. കാരണം സുൽത്താന് നിലമ്പൂരിന്റെ മണ്ണറിയില്ല. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. നിലമ്പൂർ ടൗൺ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടക്കുക. നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുന്നണികൾക്കായി പോലീസ് വേർതിരിച്ച് നൽകി കഴിഞ്ഞു. നിലമ്പൂർ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ 7 DYSPമാർ, 21 ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ മൊത്തം 773 ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 മണിയോടെയാണ് കൊട്ടിക്കലാശം സമാപിക്കുക.